മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു. കൊച്ചിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വമ്പൻ ട്വിസ്റ്റ്. തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന യുവാവിനെ 4.5 ഗ്രാം MDMA-യുമായി ഡാൻസ് ഓഫ് ഇന്ന് രാവിലെ പിടികൂടിയിരിക്കുകയാണ്. 29-ാം തീയതി രാത്രി റിജോ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന ഡെലിവറി ബോയ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസ് കേസെടുത്തത്. ഈ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് റിജോയ് ഉൾപ്പെടെയുള്ള 4 പേരെ ഇന്ന് പിടികൂടിയത്. ശരണാണ് ചേരുന്നത്. ശരൺ, ഒരു സിനിമാ കഥ പോലെയുണ്ട്, എന്താണ് സംഭവിച്ചത്? വിനീത, തീർച്ചയായിട്ടും സിനിമാ കഥയെ വെല്ലുന്ന സംഭവമാണ് മരടിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ 29-ാം തീയതി നേരത്തെ ഈ തട്ടിക്കൊണ്ടുപോകൽ കേസ് അന്വേഷണം ഉണ്ടായിരുന്നു. ആ കേസ് അന്വേഷണത്തിനിടയിലാണ് ഈ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. 29-ാം തീയതി രാത്രി ഈ ഫോറം മോളിന് സമീപത്ത് ഉണ്ടായിരുന്ന ഡെലിവറി ബോയ് ആണ് മരട് പോലീസിന് ഒരു വിവരം നൽകുന്നത്. ഒരാളെ മൂന്നംഗ സംഘം, കാറിലെത്തിയ മൂന്നംഗ സംഘം തട്ടിക്കൊണ്ടുപോയെന്നുള്ളായിരുന്നു പരാതി. അതിൽ കേസെടുത്ത് മരട് പോലീസ് അന്വേഷണം നടത്തുന്നു. ഇതിനിടയിൽ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴേക്കും ഇത് റിജോയാണ് തട്ടിക്കൊണ്ടുപോയെന്നുള്ളത് പോലീസ് മനസ്സിലാക്കുന്നു. ഈ റിജോ ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആളാണെന്നുള്ളൊരു സംശയം കൂടി പോലീസിന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇയാളെ ഡാൻസർ സംഘം ഇന്ന് രാവിലെ പിടികൂടിയിരിക്കുന്നത്. വെണ്ണയിൽ നിന്നാണ് ഡാൻസർ സംഘം 4.5 ഗ്രാം MDMA-ആയിട്ട് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പേരെ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അതിൽ 2 യുവതികൾ ഉണ്ടെന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകൽ സംബന്ധിച്ച വലിയ ദുരൂഹം നിലനിൽക്കുകയാണ്. ഈ റിജോയെ കസ്റ്റഡി എടുത്തതിന് പിന്നാലെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞത് 3-അംഗ സംഘം കാറിലെത്തിയ ശേഷം ലഹരി ആവശ്യപ്പെടുന്നു. താൻ കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് തന്നെ തട്ടിക്കൊണ്ടുപോവുകയും കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഉപേക്ഷിച്ച ശേഷം ഇവർ പോവുകയും ചെയ്തതെന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇത് തന്നെയാണോ യാഥാർത്ഥ്യമെന്ന് സ്ഥിരീകരിക്കാനുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ഈ തട്ടിക്കൊണ്ടുപോയ സംഘം അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അവർ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി അവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അവരെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ഇതിലെന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ കാരണമെന്നുള്ളത് വ്യക്തത വരിക. ശരി, നമുക്ക് കൃത്യമായി തന്നെ അതിന്റെ മറ്റു വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഏതായാലും പരാതിയിൽ കേസ് അത് ട്വിസ്റ്റ് ആയിരിക്കുകയാണ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു, പക്ഷേ അയാൾ MDMA-യുമായി പിടിയിലായിരിക്കുന്നു. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.